ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ചെന്താമര അതിവിദഗ്ധ കുറ്റവാളി ഇരട്ടക്കൊലയ്ക്ക് ആയുധം വാങ്ങിവെച്ചു. വിഷം കുടിച്ചിട്ടില്ല. കുറ്റകൃത്യത്തിൽ സന്തോഷവാൻ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടത്ത് ചെന്താമര 54 അതിവിദഗ്ധനായ കുറ്റവാളിയാണെന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ. പോലീസിന്റെ തിരച്ചിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ചെന്താമര സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതുകൊണ്ടാണ് ഇയാൾക്ക് 2 ദിവസത്തോളം ഒളിച്ചിരിക്കാൻ സാധിച്ചതെന്നും വാർത്താസമ്മേളനത്തിൽ SP വ്യക്തമാക്കി. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമാണ് SP മാധ്യമങ്ങളെ കണ്ടത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇരട്ടക്കൊല പുനരാവിഷ്കരിക്കും. ഇന്ന് വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. SPയുടെ വാർത്താസമ്മേളനത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പലയിടത്തും ചെന്താമരയ്ക്കായി പോലീസ് തിരച്ചിൽ നടത്തി. എന്നാൽ ഇയാളുടെ വീടിനടുത്തുള്ള പാടത്തു നിന്നാണ് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തത്. വിശപ്പ് സഹിക്കാനാകാതെയാണ് ഇയാൾ കാടിറങ്ങി വീട്ടിലേക്ക് വന്നതെന്ന് കരുതുന്നു. കുറ്റകൃത്യത്തെപ്പറ്റി ചോദ്യം ചെയ്യലിൽ പ്രതി വെളിപ്പെടുത്തി. രാവിലെ 10ഓടെയാണ് പ്രതി ഇരട്ടക്കൊല നടത്തിയ ശേഷം ഫെൻസിന് മറികടന്ന് ഇയാൾ കാട്ടിലേക്ക് പോയത്. വേലി ചാടിക്കിടന്നതിന്റെ ചെറിയ പരിക്കുകൾ ദേഹത്തുണ്ട്. സ്ഥലത്തെക്കുറിച്ച് പ്രതിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഇയാൾ അതിവിദഗ്ധനായ കുറ്റവാളിയാണ്. പോലീസിന്റെ നീക്കങ്ങൾ ചെന്താമര സൂക്ഷ്മമായി നിരീക്ഷിച്ചതുകൊണ്ടാണ് 2 ദിവസത്തോളം ഒളിച്ചിരിക്കാൻ സാധിച്ചത്. പോലീസ് മികച്ച രീതിയിലാണ് അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടെത്തിയത്. പരിശോധനയ്ക്ക് സഹായിച്ച നാട്ടുകാർക്ക് പ്രത്യേകം നന്ദി. ഇരട്ടക്കൊല ആസൂത്രിതമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാൾ ആയുധങ്ങൾ നേരത്തെ വാങ്ങി സൂക്ഷിച്ചിരുന്നു. എവിടെ നിന്നാണ് ആയുധം വാങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവെടുപ്പിലെ വ്യക്തമാകും. കുറ്റകൃത്യത്തിൽ പ്രതിക്ക് കുറ്റബോധമില്ല. ഇതിൽ സന്തോഷവാനുമാണ്. കൂടുതൽ പേരെ ഇയാൾ ലക്ഷ്യമിട്ടോ എന്നത് സ്ഥിരീകരിക്കാനായിട്ടില്ല. ചെന്താമര വിഷം കുടിച്ചതായി ഡോക്ടർമാരുടെ പരിശോധനയിൽ കണ്ടെത്താനായില്ല. വിഷക്കുപ്പി ഉപേക്ഷിച്ചത് പോലീസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് കരുതുന്നു. 1 മാസമായി ഇയാൾ വീട്ടിലുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ ചെന്താമര പറയുന്നുണ്ടെങ്കിലും പരിശോധിച്ച ശേഷമേ ഉറപ്പിക്കാനാകൂ. കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തോട് ചെന്താമരയ്ക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു. അയൽക്കാർ മന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് ഭാര്യ തന്നെ വിട്ടുപോയതെന്നാണ് ഇയാൾ വിശ്വസിച്ചിരുന്നത്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ മന്ത്രവാദമാണ് കൊലപാതകത്തിനു പിന്നിലെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. അയൽക്കാർ മന്ത്രവാദം ചെയ്തെന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത്. ഇത് കൊലപാതകത്തിന്റെ കാരണങ്ങളിലൊന്നാണ്. മറ്റു കാരണങ്ങൾ അന്വേഷിക്കും. ഇയാൾക്ക് കുറ്റകൃത്യം ചെയ്യാനോ രക്ഷപ്പെടാനോ ആരുടെയും സഹായം കിട്ടിയിട്ടില്ല. ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ക്വാറിയിലാണ് ചെന്താമര ജോലി ചെയ്തിരുന്നത്. ഇവിടുത്തെ സഹപ്രവർത്തകന്റെ ഫോണിൽ സിംഗിട്ട് ആളുകളെ ബന്ധപ്പെട്ടിരുന്നെന്നും SP പറഞ്ഞു. 2 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ 2 രാത്രിയും 2 പകലും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് പിടിച്ചത്. പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിലായിരുന്ന പ്രതി വീട്ടിലേക്ക് ഭക്ഷണം തേടി വരുന്നതിനിടെ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കസ്റ്റഡിയിലായത്. നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതോടെ പ്രതിക്കെതിരെ രോഷവുമായി ജനങ്ങളെത്തിയത് സംഘർഷമുണ്ടാക്കി. പ്രതിയെ കാണിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ പേർ തടിച്ചുകൂടിയതോടെ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും വാതിലും അടച്ചു. ജനം ഗേറ്റ് തല്ലിത്തകർത്ത് അകത്ത് കയറിയതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതായി നാട്ടുകാർ പറഞ്ഞു. 5 വർഷം മുൻപ് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയാണ് സുധാകരൻ 55, അമ്മ ലക്ഷ്മി 75 എന്നിവരെ കൊലപ്പെടുത്തിയത്. 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണമില്ലാതെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നു സഹോദരൻ പോലീസിന് വിവരം നൽകിയിരുന്നു. നാട്ടിലെത്തിയാൽ പിടികൂടാൻ മക്കയിലും പോലീസിനെ വിന്യസിച്ചിരുന്നു. ആലത്തൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിൽ 100ലധികം പേർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് തിരച്ചിൽ നടത്തിയത്. ഇരട്ടക്കൊലയ്ക്കു കാരണമായ പോലീസ് വീഴ്ചയിൽ നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ M മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തു. പോലീസിന് വീഴ്ച സംഭവിച്ചതായി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ റിപ്പോർട്ടിനു പിന്നാലെയാണ് ഇൻസ്പെക്ടറെ ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തത്. വിശക്കുന്നു. ചിക്കനും ചോറും വേണം. സ്റ്റേഷനിൽ കൂസലില്ലാതെ ചെന്താമര. കഴിച്ചത് മെസ്സിലെ ഭക്ഷണം. നെന്മാറ വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നാണ് രാത്രിയിൽ പിടിയിലായപ്പോൾ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പറഞ്ഞതെന്ന് പോലീസ്. നെന്മാറ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ നല്ല വിശപ്പുണ്ട്, ചിക്കനും ചോറും വേണം എന്നായി. രാത്രി 11ഓടെ സ്റ്റേഷനിലെ മെസ്സിലുണ്ടായിരുന്ന ഇഡ്ഡലിയും കറിയും ഓംലറ്റുമാണ് ചെന്താമരയ്ക്ക് കഴിക്കാൻ നൽകിയത്. വിശപ്പ് മാറുന്നതുവരെ ഇയാൾ ഭക്ഷണം കഴിച്ചു. ഒന്നും കഴിക്കാതിരുന്നതിന്റെ ക്ഷീണമല്ലാതെ മറ്റ് അസുഖങ്ങളൊന്നും പ്രതിക്കില്ലായിരുന്നു. കാട്ടിലേക്ക് വേലി മറികടന്നു പോയതിന്റെ ചെറിയ മുറിപ്പാടുകൾ ദേഹത്തുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചതോടെ പുലർച്ചെ പ്രതിയെ ആലത്തൂരിലേക്ക് കൊണ്ടുപോയി. കുറ്റകൃത്യത്തിൽ കുറ്റബോധമില്ലാതിരുന്ന പ്രതി ഇഷ്ടഭക്ഷണവും കൂസലില്ലാതെയാണ് ചോദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണമില്ലാതെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ചെന്താമരയുടെ കുടുംബം പോലീസിന് വിവരം നൽകിയിരുന്നു. ഇതു കണക്കാക്കിയാണ് ഇയാളെ പിടിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. 2019-ൽ സജിതയെ കൊന്ന ശേഷം കാണാതായ ചെന്താമരയെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ ഇരട്ടക്കൊലപാതകത്തിനു ശേഷം മുങ്ങിയപ്പോൾ കണ്ടെത്താൻ കഷ്ടപ്പെട്ടു. തമിഴ്നാട്ടിലും ഇയാൾ ജോലി ചെയ്ത മറ്റിടങ്ങളിലുമെല്ലാം പരിശോധന നടത്തിയ പോലീസ് പ്രദേശത്തെ കുളങ്ങളും കിണറുകളും വരെ അരിച്ചുപെറുക്കി. പോത്തുണ്ടി വനമേഖലയിലും തിരഞ്ഞു. തണ്ടർബോൾട്ട് ഉൾപ്പെടെ 100ലേറെ പേർ വരുന്ന സംഘമാണ് ചെന്താമരയ്ക്കായി തിരച്ചിൽ നടത്തിയത്.
പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിലായിരുന്ന പ്രതി വിശപ്പ് സഹിക്കാനാകാതെ കാടിറങ്ങി വീട്ടിലേക്ക് വരുമ്പോഴാണ് പിടിയിലായത്. മകളുടെ താമസം ഒറ്റയ്ക്ക് ആൺസുഹൃത്ത് മർദ്ദിക്കും ഉറുമ്പരിക്കുന്ന നിലയിൽ അർദ്ധനഗ്നയായി പെൺകുട്ടി. കൊച്ചി ചോറ്റാനിക്കരയിലെ വീട്ടിൽ ഗുരുതര നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. താൻ മർദ്ദിച്ചതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് ആൺസുഹൃത്ത് മൊഴി നൽകിയതായാണ് സൂചന. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം, വധശ്രമം എന്നിവയ്ക്കാണ് കേസ് എടുത്തതെന്ന് പുത്തൻകുരിശ് ഡിവൈഎസ്പി VT ഷാജിൻ പറഞ്ഞു. പെൺകുട്ടിയുടെ കഴുത്തിൽ ഷാൾ കുരുങ്ങിയ നിലയിലായിരുന്നു. ദേഹത്ത് പരിക്കുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാവും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കസ്റ്റഡിയിലുള്ള ആൺസുഹൃത്ത് ലഹരിക്കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പീരുമേട് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസ് ഉണ്ടെന്നാണ് വിവരം. തലയോലപ്പറമ്പ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 ആക്രമണ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ഇൻസ്റ്റഗ്രാം വഴി 1 വർഷം മുൻപാണ് ഇയാൾ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത്. കസ്റ്റഡിയിലുള്ള ആൺസുഹൃത്ത് പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നതായി അമ്മ മൊഴി നൽകി. പലപ്പോഴും പെൺകുട്ടിയുടെ മുഖത്തും മറ്റും പരുക്കുകൾ കണ്ടു ചോദിച്ചിരുന്നു. എന്നാൽ വീണതാണെന്നും മറ്റുമാണ് പറഞ്ഞത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ആളെ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇഷ്ടമാണെങ്കിൽ മകളെ വിവാഹം ചെയ്തു തരാമെന്നും വീട്ടുകാരുമായി സംസാരിക്കണമെന്നും പറഞ്ഞു. 3 മുതൽ 4 വരെ വർഷം വേണമെന്നാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്. ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് താൻ മകളോട് പറഞ്ഞിരുന്നെന്നും അമ്മ പറയുന്നു. മകളുടെ സുഹൃത്തുക്കളെ പേടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് മാറി മറ്റൊരിടത്ത് താമസിച്ചിരുന്നതെന്നും അവർ വെളിപ്പെടുത്തി. എങ്കിലും മകളുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു. പെൺകുട്ടി ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ശനിയാഴ്ച രാത്രി ആൺസുഹൃത്ത് മറ്റൊരാൾക്കൊപ്പം ബൈക്കിൽ പെൺകുട്ടിയുടെ വീടിന് സമീപം വന്നിറങ്ങുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. പിറ്റേന്ന് പുലർച്ചെ 4 മണിയോടെയാണ് മടങ്ങിപ്പോയത്. വൈകിട്ട് 4 മണിയോടെയാണ് വീട്ടിലെത്തിയ ബന്ധു പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത്. കൈകളിലെ മുറിവിൽ ഉറുമ്പരിക്കുന്ന നിലയിൽ അർദ്ധനഗ്നയായാണ് കിടന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പോലീസാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തൃപ്പൂണിത്തുറ സർക്കാർ ആശുപത്രിയിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ച പെൺകുട്ടിയെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ മറ്റ് സുഹൃത്തുക്കൾ വീട്ടിൽ വന്നു പോകുന്നതിനെ ചൊല്ലി ആൺസുഹൃത്തുമായി മുൻപും തർക്കങ്ങളുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും നാട്ടുകാർ തന്നെ വാർഡ് അംഗത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ ആളുകൾ വന്നുപോകുന്നത് ശല്യമാണെന്ന് പോലീസിന് പരാതി നൽകിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൺസുഹൃത്തിനെയും നാട്ടുകാർ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രണയത്തിൽ നിന്ന് പിന്മാറി യുവതിയുടെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ജീവനൊടുക്കി യുവാവ്. തൃശൂർ പ്രണയത്തിൽ നിന്നും പിന്മാറിയെന്നാരോപിച്ച് യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്ത് 23-കാരൻ. തൃശൂർ കണ്ണാറ സ്വദേശി അർജുൻ ലാലാണ് മരിച്ചത്. ഇന്നലെ രാത്രി യുവതിയുടെ വീട്ടിലെത്തിയ യുവാവ് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് യുവതിയുടെ കുട്ടനെല്ലൂരിലെ വീട്ടിൽ അർജുൻ എത്തിയത്. തുടർന്ന് ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്തു. ഇതിനുശേഷമാണ് വീടിന്റെ വരാന്തയിൽ വെച്ച് യുവാവ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. യുവതിയുമായി 1 വർഷത്തിലേറെയായി യുവാവിന് അടുപ്പമില്ലായിരുന്നു. യുവാവ് ആത്മഹത്യ ചെയ്യുമെന്ന് മുൻപ് ഭീഷണി മുഴക്കിയിരുന്നതായും പറയുന്നു. ഇന്നലെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ യുവാവ് ഭക്ഷണം വാങ്ങിവരാമെന്ന് പറഞ്ഞാണ് തൃശൂരിലേക്ക് പോയത്. എന്നാൽ വഴിയിൽ വെച്ച് പെട്രോൾ വാങ്ങിയ ശേഷം ഇയാൾ യുവതിയുടെ വീട്ടിലെത്തുകയായിരുന്നു. പൊള്ളലേറ്റ സ്ഥിതിയിൽ ഇയാളെ കണ്ട് യുവതിയുടെ വീട്ടുകാരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി യുവാവിനെ ആശുപത്രിയിലാക്കിയെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ശ്രദ്ധിക്കുക, ആത്മഹത്യ ഒന്നും പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക, അതിജീവിക്കാൻ ശ്രമിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പർ 1056 പ്രധാനമന്ത്രിക്കുള്ള വെള്ളത്തിൽ ഹരിയാന വിഷം കലക്കുമോ? കേജ്രിവാളിനോട് നരേന്ദ്രമോദി. ന്യൂഡൽഹി യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുമെന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാളിന്റെ ആരോപണത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി കുടിക്കുന്ന വെള്ളത്തിൽ ഹരിയാനയിലെ BJP സർക്കാർ വിഷം കലർത്തുമോ എന്ന് മോദി ചോദിച്ചു. ആരോപണം തെളിയിക്കാനുള്ള വിവരങ്ങൾ ഇന്ന് വൈകിട്ട് 8 മണിക്കുള്ളിൽ നൽകണമെന്ന് കേജ്രിവാളിനോട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. യമുനയുടെ പേര് പറഞ്ഞാണ് അവർ വോട്ട് ചോദിച്ചത്. അവർക്കിതിൽ ലജ്ജയില്ല. വെള്ളത്തിനായി ഡൽഹിക്കാർ യാചിക്കണമെന്നാണ് അവരുടെ ആരോപണം. രാഷ്ട്രീയ നേട്ടത്തിനായി AAP പാപം ചെയ്തു. ചരിത്രം അവർക്ക് മാപ്പ് നൽകില്ല. ഡൽഹിയും അവരെ വെറുതെ വിടില്ല. നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം BJP തരും. വെറുപ്പ് പടർത്തുന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ഹരിയാനക്കാരും ഡൽഹിയിൽ താമസിക്കുന്നില്ലേ? അപ്പോൾ അവർ ഡൽഹിയിലേക്കുള്ള വെള്ളത്തിൽ വിഷം കലക്കുമോ? ഈ വെള്ളം തന്നെയാണ് പ്രധാനമന്ത്രിയും കുടിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മോദി പറഞ്ഞു. വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കേജ്രിവാളിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഹരിയാനയിലെ BJPക്കാർ വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിയിലേക്ക് അയക്കുകയാണ്. ജലത്തിൽ കലരുന്ന വിഷം ശുദ്ധീകരണ പ്ലാന്റുകളിൽ ശുചീകരിക്കാൻ കഴിയുന്നില്ല. ഡൽഹിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പല പ്രദേശങ്ങളിലും ജലവിതരണം നിർത്തണം, കഴിഞ്ഞ ദിവസം കേജ്രിവാൾ പറഞ്ഞു.
വെള്ളത്തിലെ അമോണിയയുടെ നില ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ആരോപണങ്ങൾ. ഫ്ലക്സ് വെച്ച ജീവനക്കാർക്കെതിരെ എന്ത് നടപടിയെടുത്തു? പൊതുഭരണ വകുപ്പിന് കഥയച്ച തദ്ദേശ വകുപ്പ് സെക്രട്ടറി. തിരുവനന്തപുരം. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഉടനെ ഫ്ലക്സ് വെച്ച സംഭവത്തിലെ സംഘടനാ നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ്. എന്ത് നടപടിയാണ് എടുത്തതെന്ന് ഹൈക്കോടതിയെ അറിയിക്കാൻ തദ്ദേശ വകുപ്പ് സെക്രട്ടറി പൊതുഭരണ വകുപ്പിന് കത്ത് നൽകി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ കട്ടൗട്ട് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ വച്ചത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ ഫ്ലക്സ് മാറ്റുകയായിരുന്നു. വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമാണ് ഉണ്ടായത്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. അസോസിയേഷന് പ്രസിഡന്റ് ഉൾപ്പെടെ 2 പേരെ പ്രതി ചേർത്ത് കേസെടുത്തതായാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വിശദീകരിക്കണമെന്ന് തദ്ദേശ വകുപ്പിനോട് കോടതി ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറി പൊതുഭരണ സർവീസ് വിഭാഗത്തിന് നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. സംഭവം വിവാദമായതിനു പിന്നാലെ അസോസിയേഷന് 5600 രൂപ നഗരസഭയിലെ പിഴ അടച്ചിരുന്നു. മലയോര കർഷകരെ സംരക്ഷിക്കും വി.ഡി. സതീശൻ. കോടഞ്ചേരി. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും കാർഷിക തകർച്ചയിൽ നിന്നും മലയോര ജനതയെയും കർഷകരെയും സംരക്ഷിക്കുക. മലയോര മേഖലയെ പൂർണ്ണമായും ESAയിൽ ഒഴിവാക്കി ബഫർ സോൺ 0 പോയിന്റാക്കി സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ESA അന്തിമ വിജ്ഞാപനത്തിന്റെ കരട് ഉടൻ പ്രസിദ്ധീകരിച്ച് മലയോര ജനതയുടെ ആശങ്ക അകറ്റുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് കോടഞ്ചേരിയിൽ സ്വീകരണം നൽകി. UDF അധികാരത്തിൽ വന്നാൽ വനനിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തി വനവും കൃഷിഭൂമിയും വേർതിരിക്കുന്നതിന് വേണ്ട വ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും തമിഴ്നാട് മാതൃകയിൽ 0 ബഫർ സോണാക്കി ജനവാസ മേഖലയെ പൂർണ്ണമായും ESAയിൽ നിന്നും ഒഴിവാക്കി മലയോര കർഷകരെ സംരക്ഷിക്കുമെന്നും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 30 ദശലക്ഷത്തോളം വരുന്ന മലയോര കർഷകരെ സർക്കാർ അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രിയും വനം മന്ത്രിയും സാധാരണക്കാരെ വന്യമൃഗങ്ങൾ മൃഗീയമായി കൊലപ്പെടുത്തുമ്പോൾ കേരള സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്നും വന്യമൃഗ ആക്രമണത്താൽ ഒരാളും കൊല്ലപ്പെടാൻ UDF അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF ചെയർമാൻ കെ. ബാലനാരായണൻ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ MM ഹസൻ, മോൻസ് ജോസഫ് MLA, ടി സിദ്ദിഖ് MLA, CP ജോൺ, MA റസാഖ്, DCC പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ, N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് കെ. ജയൻ, PL നിയാസ്, അഹമ്മദ് പുന്നത്തിൽ, മജുഷ മാത്യൂസ്, നിജേഷ് അരവിന്ദ്, PN ജോർജ്, ദിനേശ് പെരുമണ്ണ, PC ഹബീബ് തമ്പി, ജോബി ഇലന്തൂർ, വിൻസെന്റ് വടക്കേമുറിയിൽ, KM പൗലോസ്, അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ജയ്സൺ മേനാക്കുഴി, അബൂബക്കർ മൗലവി, ജോസഫ് ഐഗ, ITP അഷറഫ്, CJ ടെന്നിസൺ, ജയരാജൻ മൂടാടി, ഷിനോയി അടയ്ക്കാബറ, ബിജു കണ്ണന്തറ, സാബു അവണ്ണൂർ, ബിജു ഓത്തിക്കൽ, ഫ്രാൻസിസ് ചാലിൽ, ഫ്രാൻസിസ് മുണ്ടാട്ടിൽ, ജമീല അസീസ്, റെജി തമ്പി, ജോണി പ്ലാക്കാട്ട്, ബേബി കളപ്പുര എന്നിവർ പ്രസംഗിച്ചു. കൊയ്ത്തുത്സവം നടത്തി. കോടഞ്ചേരി. പാലക്കൽ തണൽ ബാങ്ക് SHGയുടെ പേഴുങ്കണ്ടി വയലിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് കോടഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിബു പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ റീന സാബു, വിവിധ സംഘം പ്രതിനിധികൾ, ബാങ്ക് സെക്രട്ടറി ബിപിൻ ലാൽ എന്നിവർ സംബന്ധിച്ചു. ബസ്സിൽ പോലും വേറെ സീറ്റുകളല്ലേ? സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്ന് PMA സലാം. സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്നും സാമൂഹ്യനീതിയാണ് വേണ്ടതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സ്ത്രീയും പുരുഷ തുല്യതയല്ല, ലിംഗനീതിയാണ് ലീഗിന്റെ നിലപാട് എന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം. മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നിലപാടാണെന്ന് ആവർത്തിച്ചാണ് PMA സലാമിന്റെ പരാമർശം. സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്നും സാമൂഹ്യനീതിയാണ് വേണ്ടതെന്നും PMA സലാം പ്രായോഗികമല്ലാത്ത മനുഷ്യന്റെ യുക്തിക്ക് എതിരായ വാദങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യമാണെന്ന് പറയാൻ കഴിയുമോ എന്നും PMA സലാം ചോദിച്ചു. ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്ക് വേറെ മത്സരമാണെന്നും ബസ്സിൽ പ്രത്യേക സീറ്റുകളാണ്, ഇതെല്ലാം രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ എന്നും PMA സലാം വാദിക്കുന്നു. സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗവും CPM-ഉം കൊമ്പ് കോർക്കുന്നതിനിടെയാണ് ലീഗ് പ്രതികരണം. കണ്ണോത്ത് സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പും ഇന്ന്. കോടഞ്ചേരി. കണ്ണോത്ത് സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വാർഷികാഘോഷം ടാലന്റ് 2K25 ഇന്ന് വൈകുന്നേരം 5:30 മുതൽ സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ ഓപ്പൺ സ്റ്റേജിൽ നടക്കും. പൊതുസമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്നുകൾ അരങ്ങേറും. സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഗീത അധ്യാപിക ബീന ജേക്കബിനുള്ള യാത്രയപ്പും ഇതോടൊപ്പം നടക്കും. പരിപാടികൾക്കാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. താമരശ്ശേരിയിൽ വീടുകളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. താമരശ്ശേരിയിൽ വീടുകളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. താമരശ്ശേരിയിലെ 60-ൽ അധികം മോഷണക്കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയെയാണ് താമരശ്ശേരി പോലീസ് സാഹസികമായി പിടികൂടിയത്.
താമരശ്ശേരി കൊടുപ്പിൽ താമസിക്കുന്ന ഷാജിമോൻ 45-നെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ കാറിൽ ബന്ദിപ്പൂർ വഴി കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഗൂഡല്ലൂരിൽ വെച്ചാണ് പിടികൂടിയത്. 3 വർഷം മുമ്പാണ് കൊടുപ്പിൽ താമസമാക്കിയത്. പകൽ സമയത്ത് ഗൂഡല്ലൂരിൽ വെച്ചാണ് പിടികൂടിയത്. പകൽ സമയത്ത് ഇൻഡസ്ട്രിയത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഇയാൾ രാത്രിയിലാണ് മോഷണത്തിനിറങ്ങുന്നത്. പോലീസ് ഇയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. കോടഞ്ചേരി കണ്ണോക്കല്ലറത്തിൽ പരേതനായ ഐസക്കിന്റെ ഭാര്യ സാറാമ്മ അമ്മണി പാലക്കപ്രായിൽ 68 നിര്യാതയായി. സംസ്കാരം ഇന്ന് 2025 ജനുവരി 29 വൈകിട്ട് 4-ന് മരുമകൻ ബൈജു മർക്കോസ് പൂവത്തിങ്കലിന്റെ വൈദ്യരപിടിയിലെ വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം മുറമ്പാത്തി സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്നു. മക്കൾ ഷീബ, ഷിൻഡു, മരുമക്കൾ ജിമ്മീസ് മാങ്ങാട്ട് കണ്ണോത്ത്, ബൈജു മർക്കോസ് പൂവത്തിങ്കൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.